+1 നല്ല മാർക്ക് സ്കോർ ചെയ്യണം, പക്ഷേ ഒന്നും പഠിച്ചിട്ടില്ല. ഇതാണോ സിറ്റുവേഷൻ? യെസ്. എങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഇതാ ഒരു സ്പെഷ്യൽ ലോജിക് നമ്മുടെ +1 കൊമേഴ്സ് ക്രാഷ് കോഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. റെഡി? കഴിഞ്ഞ വർഷവും നമ്മൾ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇതാ ഇപ്പോൾ +2 പഠിക്കുന്ന നിങ്ങളുടെ സീനിയർ സൈഡിൽ ഒരുപാട് പേര് പഠിച്ച് സെറ്റായി മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള നമ്മുടെ ബാച്ചാണ് ഇതാ ഈ വർഷവും നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ടൈമായിട്ടുണ്ട്. റെഡി? അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ക്രാഷ് കോഴ്സ് ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാം എന്നുള്ളതാണ്. റെഡി? ഓരോന്നും സാറ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതിൽ ഒന്നാമത്തെ കാര്യം ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഓരോന്നും സാർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സാർ വീണ്ടും പറഞ്ഞുതരാം. റെഡി? അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സുകളാണ്. നമുക്കറിയാലോ, അവസാന ടൈമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ചാപ്റ്ററുകളുണ്ട് നമുക്ക് പഠിക്കാൻ, അല്ലേ? കുറച്ച് സമയം. അപ്പം എത്രയും പെട്ടെന്ന് എല്ലാം ഒന്നും പഠിക്കാത്ത കുട്ടികൾക്ക് പോലും എന്താക്കാം, എല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളെ ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സുകൾ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാം. പഠിക്കേണ്ട എല്ലാം, പബ്ലിക് എക്സാമിന് വേണ്ടി നമുക്ക് പഠിക്കേണ്ടതെല്ലാം. അതും എന്താണ്, നമുക്കറിയാം, നമ്മൾ സാധാരണ ലൈവൊക്കെ ചെയ്യുന്ന പോലെ കൂടുതൽ ടോക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാകുന്നതല്ല. അവിടെ എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും മാത്രമായിരിക്കും ഉണ്ടാകുക. ദെൻ അതിനുശേഷം ഷോർട്ട് നോട്ട് ക്ലാസ്സുകൾ. നിങ്ങൾക്കറിയാലോ, നമുക്കെന്താണ് പഠിച്ച ചാപ്റ്ററുകൾ വീണ്ടും റിവൈസ് ചെയ്യാനുള്ളൊരു ടൈം നിങ്ങളുടെ മുന്നിലുണ്ടാവും. അപ്പോൾ അത് റിവൈസ് ചെയ്യാൻ ഓരോ കൺസെപ്റ്റും അത്രയ്ക്കും സമ്മറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതല്ലേ ബെറ്റർ. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ഷോർട്ട് നോട്ട് ക്ലാസ്സുകൾ എല്ലാ ചാപ്റ്ററിൻ്റെയും. ഓക്കെ, ദെൻ PYQ ആൻഡ് സൊല്യൂഷൻ. ഒരു പബ്ലിക് എക്സാം എന്ന് പറഞ്ഞാൽ അറിയാലോ, PYQൻ്റെ ഇമ്പോർട്ടൻസ് സാറ് പറഞ്ഞു തരണ്ടല്ലോ, മക്കൾക്ക് അറിയുന്നതല്ലേ അല്ലേ? എല്ലാ പബ്ലിക് എക്സാമിനും നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം PYQ തന്നെയായിരിക്കും. ഒരു 70 and above% PYQ തന്നെയായിരിക്കും ഉണ്ടാവുക. സോ നമ്മൾക്ക് നന്നായിട്ട് തന്നെ നോക്കേണ്ടതും പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് PYQ. അത് നമ്മൾ സെറ്റായിട്ട് ചെയ്ത് പഠിപ്പിച്ചത്. ഓക്കെ, ചാപ്റ്റർ വൈസ് എക്സാം. ഓരോ ചാപ്റ്ററും നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ എക്സാം എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം, ആ ചാപ്റ്റർ തറവാക്കാൻ പറ്റും. ഓക്കെ, എല്ലാം പഠിച്ച് കഴിഞ്ഞ് ഒരു റിവിഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൻ്റെ മുൻപ് എന്താക്കാം, ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് അങ്ങോട്ട് അറ്റൻഡ് ചെയ്യാം. റെഡി? പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക്. ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലംസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു PDF അങ്ങോട്ട് തരിക എന്നുള്ളതല്ല. നമ്മുടെ എക്സാമിനറിൻ്റെ 30 ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, ബുക്ക് സെറ്റ്. അത് നമുക്ക് ഈ ഒരു ക്രാഷ് ബാച്ചിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ നമ്മുടെ ചാപ്റ്റർ വൈസ് വർക്ക് ഷീറ്റുകൾ. ഓരോ ചാപ്റ്ററും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് ആ ചാപ്റ്റർ തറവാക്കാൻ വേണ്ടിയുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള വർക്ക് ഷീറ്റ് നമുക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും. ദെൻ നമ്മുടെ +1 ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ. +2 സ്റ്റുഡൻസിനാണ് അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അതും നിങ്ങൾക്ക് ഓൾറെഡി അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും ഫീച്ചറുകളാണ് അതിൽ ഓരോന്നും സാറിതാ റിപ്പീറ്റ് ചെയ്ത് സിമ്പിളായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്നാമത്തത് ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സുകളാണ് മക്കളെ. ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളത്, അല്ലേ? എല്ലാം നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. ഒരു ചാപ്റ്ററിൻ്റെ ഈച്ച് ആൻഡ് എവരി പാർട്ട്. പബ്ലിക് എക്സാം ആണ്, ടൈം ആണെങ്കിൽ വളരെ കുറവും. സോ ഓരോ ചാപ്റ്ററിൻ്റെയും ബേസിക് മുതൽ അഡ്വാൻസ് വരെ നമുക്ക് സെറ്റായിട്ട് നമ്മൾ പഠിപ്പിച്ചു തരും. ഓക്കെ, തിയറിയും ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടാവും. എക്സാം ഫോക്കസ്ഡ് റിവിഷൻ ക്ലാസ്സുകളായിരിക്കും. സാർ ഓൾറെഡി പറഞ്ഞു കൂടുതൽ നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കുകയും ഒന്നും ഉണ്ടാവുന്നതല്ല. ജസ്റ്റ് എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും. എല്ലാം ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട എല്ലാ പാർട്ടും നമ്മൾ സെറ്റായിട്ട് പഠിപ്പിച്ച് തരുന്നതായിരിക്കും നമ്മുടെ ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സിലൂടെ. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ഷോർട്ട് നോട്ട് ക്ലാസ്സുകൾ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വീണ്ടും റിവൈസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. പബ്ലിക് എക്സാമിന് മുൻപ് അത് റിവൈസ് ചെയ്യണ്ടേ? ആ റിവിഷന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ക്യുക്ക് ചാപ്റ്റർ സമ്മറി. എല്ലാ ചാപ്റ്ററിനെയും സമ്മറി നിങ്ങൾക്ക് സെറ്റായിട്ട് കിട്ടുക. കീ പോയിന്റ്സ് ആൻഡ് ഫോർമുലാസ് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാകില്ല. പോയിന്റ്സ് ആയിട്ടും ഫോർമുലാസ് ആയിട്ടും എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഷോർട്ട് നോട്ട് ക്ലാസ്സുകളാണ്. ഓക്കെ, ലാസ്റ്റ് മിനിറ്റ് റിവൈസ് ചെയ്യാൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതും ഇത് തന്നെയാണ്, നമ്മുടെ ഷോർട്ട് നോട്ട് ക്ലാസ്സുകളാണ്. സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് സൊല്യൂഷൻസ്. സാറ് പറഞ്ഞല്ലോ അല്ലേ, ഷുവറാണ്. ഏത് വർഷവും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അല്ലേ, 70 and above % പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും.
സോ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്തെന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കുക എന്നുള്ളത്. അത് ഓരോ സബ്ജക്റ്റിൻ്റെയും നമ്മളെന്താ ചെയ്ത് ഓരോ ചാപ്റ്ററിൻ്റെ എന്താണ് ചെയ്ത് പഠിപ്പിച്ച് തരും. അതും ജസ്റ്റ് എന്താണ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്യും. അതിൻ്റെ കൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ ആണ്. ഒരു പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റെപ്പുകളും കാര്യങ്ങളുണ്ട്. അത് ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് സെറ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ദെൻ അതിൻ്റെ കൂടെ തന്നെ എന്താണ് എക്സാം സ്ട്രാറ്റജികൾ ഉണ്ടാവുമല്ലോ. ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രിക്കുകൾ, അല്ലെങ്കിൽ ഒരു തിയറി ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മളത് എങ്ങനെ അത് എന്താണ് പ്രസൻറ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മളെന്താ ഇതിൻ്റെ കൂടെ മക്കൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് സാറ് പറഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് എക്സാമിനറിൻ്റെ ഈ ഒരു 30 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന 30 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് മക്കൾക്ക് 300 രൂപയാണ് പ്രൈസ് വരുന്നത്. അത് മക്കൾക്ക് എന്താണ് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ക്രാഷ് ബാച്ചിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് മക്കൾക്കത് കിട്ടുന്നതായിരിക്കും. റെഡി? യെസ്. അപ്പം ഇത്രയും ഫീച്ചേഴ്സുകളാണ് നമ്മുടെ ഈ ഒരു ബാച്ചിൽ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് December 26 നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് തൊട്ടടുത്ത് നമ്മൾ എന്താണ് പബ്ലിക് എക്സാമിൻ്റെ ഈ കംപ്ലീറ്റ് സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് തൊട്ടടുത്ത ദിവസം December 26 നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, റെഡി? അപ്പം February 10 ഇവിടെയാണ് നമ്മൾ എന്താക്കുന്നത് ബാച്ച് എൻഡ് ചെയ്യുന്നത്. അതായത് February 10 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് +1 പബ്ലിക് എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് നമ്മൾ പഠിപ്പിച്ച് തന്നിരിക്കും മക്കളെ. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ടാർഗറ്റ് മാർക്ക് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓക്കെ, റെഡി? അടിപൊളിയായിട്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് വരുന്ന ഫീ എന്ന് പറയുന്നത് 1999 മാത്രമാണ്. ഓക്കെ, ഇവിടെ 2500 നമ്മൾ വെറുതെ വെട്ടി വെച്ചതല്ല. റെഡി? വരുന്ന സമയത്ത് ചിലപ്പോൾ എന്താണ് ബാച്ച് ഫീ 2500 മാറാം. പക്ഷേ ഇപ്പോൾ നമ്മളെ 1999 ആണ് നമ്മുടെ ക്രാഷ് ബാച്ചിൻ്റെ ഫീയും കാര്യങ്ങളും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ സാറിനോട് പേഴ്സണലി ചോദിച്ചാൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ബാച്ച് കേരളത്തിലെ കൊമേഴ്സ് +1 കൊമേഴ്സ് സ്റ്റുഡൻസിന് ഏറ്റവും ബെസ്റ്റായിട്ട് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ ഇതിലും നല്ലൊരു ക്രാഷ് ബാച്ച് ഉണ്ടാവില്ല. അത് സാറ് പേഴ്സണലി തന്നെ പറയാം. ഇത് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി സാറ് പറയാം എന്താണ് ഇതൊരു നല്ല ഡീലാണ് മക്കളെ, നല്ല ഡീലാണ്. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തോളാം. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്, ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട്. അറിയാലോ, +1 നിങ്ങൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യുന്നു അതുപോലെ ഇരിക്കും നിങ്ങളുടെ +2 മാർക്കും. ഓക്കെ, +1 മാർക്ക് കഴിഞ്ഞാൽ ഓവറോൾ മാർക്ക് തന്നെയാണ് കുറയാൻ പോകുന്നത്. സോ മാക്സിമം മാർക്ക് +1 തന്നെ സ്കോർ ചെയ്യേണ്ടതുണ്ട്. ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനൊന്നും ആരും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ +1 തന്നെ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പം ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഈ ഒരു 2 നമ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. റെഡി? അപ്പം മറക്കണ്ട, നമ്മളെന്താണ് December 26 ഓക്കെ 26 നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ദെൻ ഇനി ചിലപ്പോൾ നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ. അതായത് ബാച്ചിലൊക്കെ വലിയ കാര്യത്തിൽ ജോയിൻ ചെയ്തു, പക്ഷേ വേണ്ട രീതിയിൽ ബാച്ചിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ എന്താണ് യൂസ് ചെയ്യാത്ത കുട്ടികളുണ്ടാവും. ഒന്ന് ഉഴപ്പി ചിലപ്പോൾ ലാസ്റ്റ് ടൈം ആകുമ്പോൾ അയ്യോ പഠിക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ച് വരുന്ന മക്കളുണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസിനും എന്താണ് ക്രാഷ് ബാച്ച് യൂസ് ചെയ്യാം. പക്ഷേ എന്താണ് അടിപൊളിയായിട്ട് ബാച്ചിലെ ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്ത് പഠിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് ബാച്ചിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഫീച്ചേഴ്സ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ടും ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളായിട്ടൊക്കെ നിങ്ങൾക്ക് ബാച്ചിലും അവൈലബിൾ ആണ്. ഓക്കെ, ഇനിയിപ്പം അതൊന്നും വേണ്ട രീതിയിൽ യൂസ് ചെയ്യാത്ത കുട്ടികൾക്ക് അയ്യോ ക്രാഷ് ബാച്ച് വേണമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന മക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നമ്മുടെ ക്രാഷ് കോഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വരുന്ന ഫീ 50% ഓഫ് ഉണ്ട്. 1999 അല്ല 999 നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ മക്കളെ നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിലോ അത് നല്ലൊരു ഓപ്ഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ +2 ഒക്കെ പഠിക്കാൻ പോകുന്നത് നമ്മുടെ എക്സാമിനറിൻ്റെ കൊമേഴ്സ് ബാച്ചിനോടൊപ്പം ആണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഒരു +2 ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു +1 കൊമേഴ്സ് ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം നമ്മുടെ December 26 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ
ക്രാഷ് ബാച്ച്. അപ്പോൾ എന്താണ് വരുന്ന വീക്കുകളിലൊക്കെ നമ്മളെന്താ പുതിയ ക്രാഷ് ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും ആഫ്റ്റർ 26. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ആദ്യം മുതൽ തന്നെ, അതായത് 26 മുതൽ തന്നെ നമ്മുടെ ബാച്ചിൽ ഉണ്ടാവണം. കാരണം ആ ഒരു ടൈമിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുള്ളൂ, അടിപൊളിയായിട്ട് കാമായിട്ട് റിലാക്സ് ആയിട്ട് തീർക്കാനുള്ളതെല്ലാം പഠിച്ച് സെറ്റായിട്ട് തീർക്കാനും വീണ്ടും അത് റിവൈസ് ചെയ്യാനുള്ള സമയവും നിങ്ങളെ മുന്നിൽ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ അപ്പോൾ അതൊക്കെ മനസ്സിൽ വെക്കുക. അടിപൊളിയായിട്ട് തന്നെ പഠിക്കണം. നല്ല മാർക്ക്, നല്ല മാക്സിമം മാർക്ക് +1 തന്നെ നമുക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട്. അതിനനുസരിച്ചിരിക്കും നിങ്ങളെ +2 മാർക്ക്, ഓവറോൾ മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ റെഡി. അപ്പം +1 നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനൊന്നും ആരും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ അപ്പം അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളെ December 26 മറക്കണ്ട. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ.